പക്ഷെ വേണ്ടത്ര അത് ആ സമൂഹത്തിൽ ആ ഭാഗങ്ങളിൽ പിന്നീട് ആ തിരിയായിട്ട് എത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പലപ്പോഴും വർഷങ്ങളായിട്ട് ഇങ്ങനെ രമണേട്ടനുമായിട്ടും അതുപോലെ തന്നെ നാരായണൻ സാറുമായിട്ടും ഒക്കെ ശിവയോഗിയുടെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം ലഭിച്ച ഒരു സമയം കൂടിയാണിത്. നമ്മൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ചു. ഒരു സിനിമയ്ക്ക് പേരിടാൻ പോലും കഴിയാത്ത ഒരു കാലം, ജാതീയമായ വേർതിരിവുകൾ പലതരത്തിൽ നിലനിൽക്കുന്ന ഒരു കാലം. അത്തരമൊരു സമൂഹത്തിലൂടെ നടന്നു പോകുമ്പോൾ ശിവയോഗിയുടെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കണം. അതിന് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്മൃതി സദസ്സിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ ഞങ്ങളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. 20 പേരാണ് അവിടെ നിന്ന് പങ്കെടുത്തത്. ആ 20 പേരുകളിലേക്ക് ഈ ആശയത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ പ്രദേശത്തും വീട്ടുമുറ്റ സദസ്സുകൾ പോലെ കുറച്ചാളുകളെ ആണെങ്കിൽ കുറച്ചാളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുരോഗമന സംഘടനകളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ചെറിയ സദസ്സുകൾ, യോഗങ്ങൾ സംഘടിപ്പിച്ചാൽ അത് ചെറിയ ചലനങ്ങളായി നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാനും അത്തരം കൂട്ടായ്മകളിലൂടെ ആശയത്തിന് പ്രചാരം നടത്താൻ കഴിയും എന്നും ഞാൻ വിശ്വസിക്കുന്നു. വലിയ പരിപാടികൾക്ക് വലിയ ചെലവുകൾ ഉണ്ടാകുമ്പോൾ ചെറിയ പരിപാടികൾക്ക് കുറച്ച് ചെലവ്, ചിലപ്പോൾ ചിലവ് തന്നെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് നടത്താൻ കഴിയുകയും നടത്തുന്ന പരിപാടികൾക്ക് നല്ല പ്രചാരണം ലഭിക്കുകയും ചെയ്താൽ അതും നല്ലൊരു ആശയപ്രചാരണം ആയി മാറും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കേരള ജനകീയ സാംസ്കാരിക സംഘവും അതോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരും തയ്യാറാകുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ഈ സ്മൃതി സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നൽകുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. साथ ही जीना साथ ही मरना उल्फत की है। तेरा राग तू मेरी रागनी, तू मेरा चांद मैं तेरी चांदनी, मैं तेरा राग तू मेरी रागनी हो। नहीं दिल का लगाना कोई